യുക്തികളുടെയും ഓണസത്യങ്ങളുടെയും ഭംഗി ഒരു മഹാരാജാവിന്റെ മഹത്വവും അദ്ദേഹം പാലിച്ച വാഗ്ദാനത്തിന്റെ കഥയുമാണ് ഓണത്തിന്. ഇന്ന് നമുക്ക് അത്ഭുതകരമായ കാലഘട്ടത്തിലേക്ക് മഹാബലി മഹാരാജാവിന്റെ സുവർണത്തിലേക്ക് യാത്ര പോകാം. മഹാബലിയുടെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് ദുഃഖമെന്നറിയില്ലായിരുന്നു. സമൃദ്ധമായ വയലുകൾ, അഭിവൃദ്ധി പ്രാപിച്ച വിപണികൾ, സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സംഗീതമായ വീടുകൾ, സമൃദ്ധിയും സൗഹൃദവും നിറഞ്ഞ ഒരു കാലഘട്ടം. എന്നാൽ മഹാബലിയുടെ രാജ്യം എന്ന ദേവന്മാർക്ക് ആശങ്കയും അസൂയയും തോന്നി. രാജാവിന്റെ ശക്തിയും ജനപ്രീതിയും വരുന്നത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. അവർ മഹാവിഷ്ണുവിനെ സമീപിച്ച് ആശങ്ക അറിയിച്ചു. മഹാവിഷ്ണു
വാമനന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു. മഹാബലിയെ സമീപിച്ച് അദ്ദേഹം 3 അടിയോളം ഭൂമി ആവശ്യപ്പെട്ടു. എന്നാൽ അത് പരീക്ഷണമാണെന്നറിയാതെ മഹാമനസ്കനായ മഹാബലി സമ്മതം പോയി. ഉടൻ തന്നെ തന്റെ വിശ്വരൂപം പ്രകടിപ്പിച്ച വാമനൻ 1-ാം ചുവടിൽ സ്വർഗവും 2-ാം ചുവടിൽ ഭൂമി മുഴുവനും അവകാശപ്പെട്ടു. 3-ാം ചുവടിന് സ്ഥലം ശേഷിക്കാതെ വന്നപ്പോൾ മഹാബലിയുടെ ശിരസ് അദ്ദേഹം സമർപ്പിച്ചു. മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠയിൽ സംപ്രീതനായി. പ്രിയജനത്തെ കാണുവാനായി വർഷത്തിലൊരിക്കൽ ഭൂമിയിൽ വരാനുള്ള അനുവാദം മഹാബലിക്ക് നൽകി. ഓണം ഒരു ഉത്സവം മാത്രമല്ല, ഒരുമയും സൗഹൃദവും സന്തോഷവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനവും കൂടിയാണ്. നമുക്ക് ആഘോഷത്തിന്റെ ചാരുത്തിലേക്ക് കിടന്ന് ഓണത്തിന്റെ മനോഹാരിത നിറഞ്ഞു കാണാൻ ഒരുമിച്ച് ആസ്വദിക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. Wonder